ഹലോ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞാനിപ്പോൾ ഗുരുവായൂരാണ്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. സ്റ്റേ ചെയ്യാനല്ല, അമ്പലത്തിൽ തൊഴാൻ വന്നതാണ്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ്. ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ദേവാങ്കണം റെസിഡൻസിയിലാണ്. ഞാനിവിടെ റൂമിലൊരു കണ്ടോ, സിങ്കും ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നത്. നൈസ്. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയറും ടേബിളും ഒക്കെ. ഇറ്റ്സ് റിയലി ഗുഡ്. ഐ ലവ് ഇറ്റ്. ഞാൻ കൊച്ചിയിൽ നിന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് ഇവിടെ ഒരു 6:45 ട്രെയിനാണ് വന്നത്. ഞാൻ സമയം നോക്കിയില്ല, ഒരു 8:30 എത്തിയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഗുരുവായൂർക്ക്. നടന്ന് തൊഴുത് ഇവിടുന്ന് ഫുഡും കഴിച്ചപ്പോഴേക്ക് 3 മണിയായി സമയം. അത് കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് വന്നൊന്ന് കിടന്നുറങ്ങി. എന്നിട്ടിപ്പോൾ എണീറ്റേ ഉള്ളൂ. കണ്ടോ ചോന്നിരിക്കും. ഇന്നലെ രാത്രി ഉറക്കം ശരിയായിട്ടില്ല. ഇന്ന് അധികം ഒന്നും ഉറങ്ങിയില്ല കേട്ടോ. അപ്പുറത്തെ റൂമത്തൊക്കെ പിള്ളേർ ഭയങ്കര കരച്ചില്. ഇനി ഈ രാത്രി അമ്പലമൊക്കെ കാണാൻ നല്ല ഭംഗിയാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഈവനിങ് സമയത്ത് പോയിട്ടില്ല അമ്പലത്തിൽ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇത്രയും വലിയ ഒരു അമ്പലമായിരുന്നില്ല എൻ്റെ സങ്കല്പത്തിൽ. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പോയി നോക്കാം. അങ്ങനെ രാത്രിക്കത്തെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് റൂമിൽ പോയി ഒന്ന് കിടന്നു. പിന്നെ ഫുൾ വർത്തമാനം പറച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഒരു 12:30-1 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അത്രയും ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ക്ലോക്ക് റൂമിൽ. 3 മണിക്ക് ടെമ്പിൾ തുറക്കൂ. ഞങ്ങൾ വാഗച്ചാർത്ത് കാണണമെന്ന് പറഞ്ഞാണ് ക്യൂ നിൽക്കാൻ തുടങ്ങിയത്. പക്ഷേ ദർശനം കിട്ടിയപ്പോൾ ഏകദേശം 6 മണി 6:30 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇറങ്ങിയ മീൻസ് റൂമിൽ പോയിട്ട് തലൂസ് ഉറങ്ങാത്തതുകൊണ്ട് ഒട്ടും ബോധമില്ലായിരുന്നു. കിടന്നുറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അമ്മ പക്ഷേ അവിടെ പോയിട്ട് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ അമ്പലത്തിൽ നിന്ന്. ഞാനും അമ്പലത്തിൽ നിന്ന് സദ്യ കഴിച്ചതാണ് മുന്നേ, അല്ല തലൂസം കഴിച്ചതാണ്. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ അത്രയ്ക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് ഇന്ന് പാൽപ്പായസമൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇതാണ് ക്യൂ നിൽക്കുന്ന അവിടെയാണ് ഈ കുളം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ. അയ്യോ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. പണ്ട് മധുര വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്താ കഴിച്ചേ, ഫ്രീ ലഡു കിട്ടിയതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഇത് ഗുരുവായൂരിലെ മോർണിംഗ് വ്യൂ ആണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നപ്പോൾ കണ്ട വ്യൂ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. We had a great breakfast from the temple. ഇഡ്ഡലി, റവ ഉപ്മാവ്, സാമ്പാർ, ചട്നി എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ സദ്യ കഴിച്ചപ്പോൾ നല്ല സാമ്പാറും ചോറും അവിയലും. ലാസ്റ്റ് ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു അവിയൽ മാത്രം. കർക്കിടക മാസം ആയതുകൊണ്ട് കല്യാണം ഒന്നും ഉണ്ടാവില്ലല്ലേ എന്ന് പറഞ്ഞു വന്നപ്പോൾ അതാ ഒരു കല്യാണം നടക്കണു. ഇവർ പക്ഷേ തെലുങ്ക് പറ്റിയാ തോന്നുന്നു കേട്ടോ കണ്ടിട്ട്, മലയാളീസ് അല്ല. ഈ പെണ്ണയ്യോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു.
ആൻഡ് ദിസ് ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ ടു ഗുരുവായൂർ ടെമ്പിൾ ഫോർ നൗ. ഇനി പിന്നെ കാണാം. ബൈ ബൈ. ഞങ്ങൾ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് പഴയിടത്തിൻ്റെ അവിടെ നിന്നാണ് സദ്യ കഴിച്ചത്. ഇവിടുത്തെ പൈനാപ്പിൾ പുളിശ്ശേരി എന്തോ മധുരക്കറി വാസ് വെരി നൈസ്.